السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസറിൽ നാം കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിസ്ഖാഇൻ്റെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആയിലെ മാതൃകകളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന രീതികളും എല്ലാം കാര്യങ്ങളുമാണ് പറഞ്ഞത്. അടുത്ത ഫസ്ലുൻ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. കഴിഞ്ഞ ചില ബാബുകളിൽ, ചില ഫസ്ലുകളിൽ നിസ്കാരത്തിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിൽ നിസ്കാരത്തിലല്ലാതെ അതിന് പുറമെ എന്തെല്ലാം രീതികളിലാണ്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്, എത്രത്തോളമാണ് പാരായണം ചെയ്തിരുന്നത് എന്നീ വിഷയങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, കാന ലഹു ഹിസ്ബുൻ ലാ യുഖില്ലു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസം ഒരു അളവിൽ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അത് അവിടുന്ന് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അതായത് എത്രയാണോ ഒരളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യും, അതവിടുന്ന് ഒഴിവാക്കാതെ ആ അളവിലുള്ള പാരായണം എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധം ശരിക്കും നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റും. ഒരുപാട് ബറക്കത്തുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുലേക്ക് അടുക്കാനും എല്ലാം സഹായിക്കുന്ന മഹത്തായൊരു കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും എത്രയാണോ നമുക്ക് സാധിക്കുന്നത്, എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത് ചെറിയ രീതിയിലാണെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു അര ജുസോ അല്ലെങ്കിൽ ഒരു ജുസോ, അതിനപ്പുറത്തേക്ക് 2 or 3 എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത്രത്തോളം ഖുർആൻ പാരായണം ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും ഒരു നിശ്ചിത അളവിൽ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അവിടുന്ന് അത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. നമുക്കറിയാം, സ്വഹാബികൾ പലരും 3 ദിവസത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ പാരായണം ഓതി തീർക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതിൽ 10 ദിവസം കൊണ്ട്, 1 മാസം ഖുർആൻ ഓതി തീർക്കാത്തവൻ ഖുർആനോടുള്ള ഹക്ക് വീട്ടുന്നില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വളരെയധികം കുറവാണതിൽ. 1 മാസത്തിൽ ഒരു തവണയെങ്കിലും ഖുർആൻ മുഴുവൻ ഓതി തീർക്കാത്തവൻ ഖുർആനിനോടുള്ള ഹക്ക് വീട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാം. ഇബ്നു റജബ് അൽ ഹംബലി എല്ലാം ലത്വായിഫുൽ മആരിഫ് പോലുള്ള കിതാബുകളിൽ കാര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ നമ്മൾ ദിവസം ഒരു ഭാഗം നമ്മൾ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് ശീലമില്ലാത്ത ആളുകളാണെങ്കിൽ 1 പേജോ 2 പേജോ 3 പേജോ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് എത്രയാണോ സാധിക്കുക അതിൻ്റെ പരമാവധിയിലേക്ക് നമ്മൾ എത്തിക്കാൻ പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗം പാരായണം ചെയ്യാറുണ്ട്. വകാനത് ഖിറാഅതുഹു തർത്തീലൻ ഹർഫൻ ഹർഫ. അവിടുത്തെ ഖുർആൻ പാരായണം തർത്തീലായിട്ടായിരുന്നു. തർത്തീൽ എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ച് ഓതി തീർക്കാൻ വേണ്ടിയല്ലാതെ ആശയങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ പാരായണം ചെയ്യുന്നതിനാണ് തർത്തീൽ എന്ന് പറയുക. ഒരായത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയം എന്താണെന്ന് ആലോചിക്കാനുള്ള സമയം എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നതിനാണ് തർത്തീൽ എന്ന് പറയുക. കാരണം അല്ലാഹു തആല ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, തർത്തീലോടുകൂടി പാരായണം ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു പാരായണം ചെയ്തിരുന്നത്. വയുഖത്തിഉ ഖിറാഅതഹു ആയതൻ ആയതൻ. അവിടുത്തെ ഖുർആൻ പാരായണം ഓരോ ആയത്തിലും നിർത്തിക്കൊണ്ടായിരുന്നു പാരായണം ചെയ്തിരുന്നത്. അതായത് ഒരായത്തിനോട് ചേർത്തിക്കൊണ്ട് മറ്റേ ആയത്ത് പാരായണം ചെയ്യൽ അനുവദനീയമാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്ന രീതി ഓരോ ആയത്തിലും നിർത്തിയിട്ടാണ് അവിടുന്ന് പാരായണം ചെയ്തിരുന്നത്. വയമുദ്ദു ഇൻദ ഹുറൂഫിൽ മദ്. മദ്ദിന്റെ ഹർഫുകൾ, നീട്ടാനുള്ള
സ്ഥലം വരുന്നിടത്ത്, നീട്ടി ഓതേണ്ട സ്ഥലങ്ങൾ വരുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടി തന്നെ ഓതാറുണ്ടായിരുന്നു. അവിടുന്ന് സഹാബികളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, ആ സൂറത്ത് ഓതുന്ന സമയത്ത് ജാ വളരെ പെട്ടെന്ന് നീട്ടാതെ ഓതിയപ്പോൾ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടി തന്നെ ഓതണമെന്ന് പഠിപ്പിച്ചത് കാണാം. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടിയിട്ട് ഓതാറുണ്ടായിരുന്നു നീട്ടേണ്ട സ്ഥലത്ത്. ഫയമുദ്ദുർ റഹ്മാന വയമുദ്ദുർ റഹീം, എന്നാൽ അതിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മാൻ റഹീം എന്നുള്ളത് നീട്ടി തന്നെ ഓതാറുണ്ടായിരുന്നു എന്നാണ്. റഹ്മാൻ എന്നുള്ളതും റഹീം എന്നുള്ളതും നീട്ടി ഓതാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാം. അബ്ദുർ റസാഖ് അദ്ദേഹത്തിന് മുസന്നിഫിൽ ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദരിയുടെ ഒരു ഹദീസിൽ കൊടുത്തിട്ടുണ്ട്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു ഫീ അവ്വലിൽ ഖിറാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത് ഇസ്തിആദ, ശൈത്താനിൽ നിന്ന് രക്ഷ തേടുന്ന ഇസ്തിആദ ചെയ്യാറുണ്ട്. ഫയഖൂൽ, അവിടുന്ന് പറയാറുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാറുണ്ട്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ള പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. കാരണം അത് അല്ലാഹു തആല ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഫഇദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട അകറ്റപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ തേടണം. അപ്പൊ ഖുർആൻ എവിടുന്ന് ഓതുകയാണെങ്കിലും ഇസ്തിആദ നടത്തണമെന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. എന്നാൽ ബസ്മല സൂറത്തുകളുടെ ആരംഭത്തിലാണ്, സൂറത്ത് തൗബ ഒഴികെ. വറുബ്ബമാ ഖാല, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിആദ തേടാറുള്ള ലഫ്ളുകൾ, വാക്കുകൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്താനിർ റജീം മിൻ ഹമസിഹി വനഫ്ഖിഹി വനഫ്തിഹി, അങ്ങനെ പറയാറുണ്ട്. പിശാചിൽ നിന്ന് രക്ഷ തേടുന്നതിനോടൊപ്പം പിശാചിന്റെ കിബറിൽ നിന്ന്, പിശാചിന്റെ വസ്വാസുകളിൽ നിന്ന്, പിശാചിന്റെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷ തേടുന്ന രീതിയിൽ ഈ ലഫ്ള് കൊണ്ടും രക്ഷ തേടാറുണ്ട്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു അൻ യസ്മഅൽ ഖുർആന മിൻ ഗൈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരെങ്കിലും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വേറെ ആരെങ്കിലും ആ ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യപ്പെട്ടിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. വഅമറ ഇബ്നു മസ്ഊദ് ഫഖറഅ വഹുവ യസ്മഉ, ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പാരായണം ചെയ്യാൻ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയും ചെയ്തു. വഖശഅ ഹത്താ ദറഫത് ഐനാഹു, അങ്ങനെ ആ ഖുർആൻ പാരായണം കേട്ട് ഭയം വന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വരുമാറ് കരയുമാറ് ആ പാരായണം കേട്ടു. അതായത് ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഓതാൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല മനോഹരമായി ഖുർആൻ ഓതുന്ന ആളാണ്. ആദ്യമായിട്ട് കഅബയുടെ അടുക്കൽ വെച്ച് ഖുർആൻ ഉറക്കെ ഓതിയ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സൂറത്തുർ റഹ്മാൻ. എന്നിട്ട് വളരെയധികം ഉപദ്രവം ഏൽക്കുകയും പിറ്റേ ദിവസം വീണ്ടും ഞാൻ പാരായണം ചെയ്യുമെന്ന് പറഞ്ഞ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ്. അപ്പോൾ നല്ല ഭംഗിയിൽ പാരായണം ചെയ്യും. അപ്പോൾ പാരായണം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, ഞാൻ പാരായണം ചെയ്യുകയോ, നിങ്ങൾക്കല്ലാതെ ഇറങ്ങിയത് പിന്നെ ഞാൻ പാരായണം ചെയ്യുകയോ ഞാൻ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണം, എനിക്ക് വേറൊരാളിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നി യുഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, വേറൊരാളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സൂറത്തുൻ നിസാ പാരായണം ചെയ്ത് 41-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹഉലാഇ ഷഹീദ, ഓരോ ഉമ്മത്തിനും ഓരോ സാക്ഷികളെ കൊണ്ടുവരികയും ഈ ഉമ്മത്തിന് നിന്നെ സാക്ഷിയായി കൊണ്ടുവരുന്ന സമയം എങ്ങനെയാകും എന്ന് അള്ളാഹുവിന്റെ ഈ ചോദ്യം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതി, ഹസ്ബുകൽ ആൻ, നീ നിർത്തിക്കോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയുണ്ടായി എന്ന് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആളുകൾ ഖുർആൻ പാരായണം ചെയ്തത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നല്ല നല്ല ഖുർആൻ പാരായണങ്ങൾ കേൾക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഖുർആൻ കേൾക്കുക എന്നുള്ളതും പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ കേൾക്കുക എന്നുള്ളതും. وكان صلى الله عليه وسلم يقرأ القرآن قائما وقاعدا وملتجعا ومتوضئا ومحدثا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും വുളുവോടുകൂടിയും വുളു ഇല്ലാതെയും ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്.
ഇല്ലൽ ജനാബത്തു, എന്നാൽ ജനാബത്തുകാരനായിരിക്കെ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നില്ല. ജനാബത്തുകാരനായിരിക്കുന്ന അവസ്ഥയിൽ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നില്ല. ഇവിടെ വുളു ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്യാം, എന്നാൽ ഖുർആൻ സ്പർശിക്കുന്നതിന് ഉലമാക്കൾ പറഞ്ഞു വുളുവോടുകൂടി സ്പർശിക്കലാണ് ചെയ്യേണ്ടത്. അല്ലാതെ സ്പർശിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹായിൽ, ഒരു ബാഗിൽ ഖുർആനായിട്ട് അങ്ങനെ എടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേരെ തൊടാതെ എന്തെങ്കിലും ഒരു മറയോടുകൂടി മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഖുർആൻ വുളു ഇല്ലാതെ പാരായണം ചെയ്യാം. ജനാബത്തായിരിക്കുമ്പോൾ, വലിയ അശുദ്ധിക്കാരനായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നില്ല. വകാന യതഗന്ന ബിഹി വയുറജ്ജിഉ സൗതഹു അഹ്യാനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മണിച്ചുകൊണ്ട് ഈണത്തിലായിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മണിക്കേണ്ട സന്ദർഭങ്ങളിൽ മണിച്ച് നല്ല ഈണത്തിലായിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വഹക അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ തർജീഅഹു 3 മററാത്തിൻ, അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈണത്തിൽ പാരായണം ചെയ്തിരുന്നത് 3 തവണയോളം നീട്ടിയിട്ട്, ഇതിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, അഥവാ 3 തവണയോളം നീട്ടുന്ന രീതിയിൽ ഭംഗിയിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നു. ദഖറഹുൽ ബുഖാരി, ബുഖാരിയുടെ ഹദീസിൽ കാണാം. വഇദാ ജമഅത ഹാദാ ഇലാ ഖൗലിഹി സയ്യിനു അൽ ഖുർആന ബി അസ്വാതികും, അപ്പോൾ ഈ ഈണത്തിൽ പാരായണം ചെയ്തിരുന്നു എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സയ്യിനു അൽ ഖുർആന ബി അസ്വാതികും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ അലങ്കരിക്കുക. അഥവാ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഏതെങ്കിലും പുസ്തകം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ അല്ല, നമ്മുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ ഓതാൻ, ഈണത്തിലായിക്കൊണ്ട് ഓതാൻ പരിശ്രമിക്കണം. ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കാണാം, വെറും മൂളൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മൂളൽ മാത്രം, അല്ലെങ്കിൽ ചുണ്ട് അനങ്ങാതെ പോകുന്നത് കാണാം. അതിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണമാവട്ടെ, ദിക്റുകളാവട്ടെ, നിസ്കാരത്തിൽ പറയുന്ന ദിക്റുകളാവട്ടെ, നിസ്കാരത്തിലെ ഖുർആൻ പാരായണമാവട്ടെ, ചുണ്ട് അനക്കി തന്നെ പറയണം, എന്നാലേ അത് ശരിയാവുകയുള്ളൂ. അല്ലാതെ മനസ്സിൽ വിചാരിക്കുക എന്നുള്ളതല്ല. ചില ആളുകൾ ഫാത്തിഹ ഓതുമ്പോൾ അറിയാത്ത ആളുകൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനല്ല. അടുത്തുള്ള ആൾ ശബ്ദം കേൾക്കാത്ത രീതിയിൽ തന്നെ ചുണ്ടനക്കിക്കൊണ്ടാണ് ഫാത്തിഹയും സൂറത്തുകളും ദിക്റുകളും എല്ലാം പാരായണം ചെയ്യേണ്ടത്. നിസ്കാരത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ദിക്റുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും എല്ലാം ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്, അല്ലാത്തത് ശരിയല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. وقوله ما أذن الله لشيء كإذنه للنبي حسن الصوت يتغنى بالقرآن. ഒരു ഹദീസിൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബി ഖുർആൻ പാരായണം ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു കാര്യമില്ല എന്ന അർത്ഥത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അതായത് ഖുർആൻ അത്രയും ഭംഗിയിൽ പാരായണം ചെയ്യുക എന്നുള്ളത്. ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കാൻ അത്രത്തോളം നല്ല രീതിയിൽ പാരായണം ചെയ്യണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണത്. എന്നിട്ട് പറയാണ്, അലിംതു അന്ന ഹാദ തർജീഅ മിൻഹു ഇഖ്തിയാറ ലാ ലിഹസ്സിൻ നാഖ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈണത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളത് ചില ആളുകൾ പറയാറുണ്ട്, അത് ഒട്ടകത്തിന്റെ പുറത്തെല്ലാം യാത്ര ചെയ്യുമ്പോൾ ആ ഒട്ടകം ഒന്ന് വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് അതിനാണ് അങ്ങനെ ചെയ്യാറ് എന്ന് പറഞ്ഞു കാണാം. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം തീരുമാനപ്രകാരം അഥവാ വേണമെന്നുകൊണ്ട് തന്നെയാണ് ആ ഈണത്തിൽ പാരായണം ചെയ്തിട്ടുള്ളത്. വഇല്ലാ ലം യഹ്കി ഇബ്നുൽ മുഗഫൽ ഇഖ്തിയാറൻ ലിയുതഅസ്സാ ബിഹി. ഇബ്നുൽ മുഗഫൽ റളിയല്ലാഹു അൻഹു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ഈണത്തിൽ ഓതിയിരുന്നു എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് മാതൃകയാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വയഖൂൽ കാന യുറജ്ജിഉ ഫീ ഖിറാഅത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈണത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇനി വതഗന്നി അലാ വജ്ഹൈൻ, ഇങ്ങനെ മണിച്ചും ഈണത്തിലും പാരായണം ചെയ്യുക എന്നുള്ളത് 2 രീതിയിലുണ്ട്. ഇബ്നു ഖയ്യിം പറയാണ് 2 രീതിയിലുണ്ട്. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് മഖ്തദത്ഹു തബീഅതു മിൻ ഗൈരി തകല്ലുഫിൻ, പ്രത്യേകമായ ഒരു കാട്ടിക്കൂട്ടലൊന്നുമില്ലാതെ പ്രകൃതിയാ മനുഷ്യനുണ്ടാകുന്ന ശബ്ദത്തിലും ഈണത്തിലും ഓതുക എന്നുള്ളത്. വഇന്ന ആന തബീഅതഹു ബിഫദ്ലി തസ്യീൻ,
നല്ലൊരു ശബ്ദവും നല്ല ഓതാൻ കഴിവുള്ള ആളുമാണെങ്കിൽ അതൊന്നുകൂടി നല്ല രീതിയിൽ ഓതാൻ സാധിക്കും. അഥവാ പ്രകൃതിയാ ഒരു മനുഷ്യനുണ്ടാകുന്ന ആ രീതിയിലുമാണ് ആ ഈണത്തിൽ പാരായണം ചെയ്യേണ്ടത്. കമാ ഖാല അബൂ മൂസ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുപോലെ അബൂ മൂസ അൽ അശ്അരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതുപോലെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന സമയത്ത് അബൂ മൂസ അൽ അശ്അരി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ, അദ്ദേഹം നല്ല ശബ്ദമുള്ള ആളായിരുന്നു, നല്ല ഭംഗിയിൽ പാരായണം ചെയ്യുമായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് അവിടെ ഇങ്ങനെ നിന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്ന് അറിഞ്ഞപ്പോൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അലിംതു അന്നക തസ്മഉ ലഹബ്ബർതുഹു ലക തഹ്ബീറൻ, നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ഞാൻ ആ ഖുർആനിനെ പാരായണം ചെയ്യുമായിരുന്നു. ഐ ലഹസ്സൻതുഹു ലക തഹ്സീനൻ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി നല്ല ഭംഗിയിൽ ഞാൻ പാരായണം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ ആ പ്രകൃതിയായുള്ള നിലക്ക് ആ നല്ല ഈണത്തിലും ഭംഗിയിലും പാരായണം ചെയ്യലാണ് ഈ മണിച്ച് ഈണത്തിൽ ഓതുക എന്നതിന്റെ ഉദ്ദേശം. വഹാദാ ഹുവല്ലദീ കാന അസ്സലഫു യഫ്അലൂനഹു, അതാണ് മുൻഗാമികൾ ചെയ്യാറുണ്ടായിരുന്നത്. വ അലൈഹി തുഹ്മലുൽ അദില്ലതു കുല്ലുഹാ, ഖുർആൻ ഈണത്തിൽ ഓതണം എന്ന് പറയുന്ന തെളിവുകളൊക്കെ അതിനെയാണ് അറിയിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഇനം ചില ആളുകൾ ഈണത്തിൽ ഓതുന്നത് കാണാം. വസ്സാനി മാ കാന സിനാഅതൻ മിനസ് സനാഇഹ്, വേണമെന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചില ഈണത്തിന്റെ രീതികളൊക്കെ കൊണ്ടുവന്ന് പാരായണം അറിയുന്ന ചില മക്കാമുകൾ എന്ന് പറയും. പല മക്കാമുകളുണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ രീതിയിൽ, അതായത് സംഗീതത്തിന്റെ ഇണം പോലെ ഓരോ രീതിയിലും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. കമാ യുതഅല്ലമു അസ്വാതുൽ ഗിനാബി അസ്നാഫിൽ അൽഹാനി അലാ ഔസാനിൻ മുഖ്തറഅത്തിൻ, പ്രത്യേകമായിട്ടുള്ള മക്കാമുകളിലും അതുപോലെയുള്ള അവരുടെ അതായത് പാട്ടിന്റെ ഒക്കെ പോലെ ചില സ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെ കൊണ്ട് പാടുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ഖുർആനെയും അങ്ങനെ പഠിക്കുന്ന ഓതുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഓതുക എന്നുള്ളത് ഫഹാദിഹി അല്ലതി കരിഹഹ അസ്സലഫ്, സലഫുകൾ അത് വെറുത്തിരുന്നു. അങ്ങനെ പാരായണം ചെയ്യുന്നത് സലഫുകൾ വെറുത്തിരുന്നു. വ അദില്ലത്തുൽ കറാഹത്തി ഇന്നമാ തതനാവലു ഹാദാ, ഖുർആൻ ഈണത്തിൽ ഓതുന്നതിനെ വെറുക്കുന്നു എന്ന് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ അസറുകളൊക്കെ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഖിറാഅത്തുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പല ആളുകളുടെ ലോകത്ത് കിഴക്കും പടിഞ്ഞാറുമുള്ള ധാരാളം കാര്യങ്ങൾ ഖിറാഅത്തുകൾ നമുക്ക് ലഭിക്കും. അത്ര സൗകര്യമുണ്ട്. അതിൽ തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ചില കാരികൾ പാട്ട് പാടുന്നത് പോലെ തന്നെ ഖുർആൻ ഓതുന്ന കാണാം. അതുപോലെയുള്ള ചില രീതികളിലൊക്കെ അതൊക്കെ സലഫുൽ ഉലമാക്കൾ അതിനെല്ലാം തീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്. പ്രകൃതിയാ ഒരു മനുഷ്യന്റെ ഈണവും നല്ല ശബ്ദവും ഒക്കെ നല്ലതാണ്. അതല്ലാതെ ഇതുപോലെയുള്ള മക്കാമുകൾ പഠിച്ച് അങ്ങനെ പ്രത്യേകമായ രീതികൾ പ്രത്യേകമായ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഓതുക എന്നുള്ളത് ശരിയല്ല, സലഫുകൾ വെറുത്തിരുന്നതായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നല്ല രീതിയിൽ ഈണത്തിൽ ഓതാൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. ഓരോ ആളുകൾക്ക് വ്യത്യാസമായിരിക്കും. ചിലവർക്ക് ഒരു പരിധി ഉണ്ടാവും, ചിലവർക്ക് നല്ല തബഈയായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞു അടുത്ത ഫസ്ലുൻ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിയാറത്തിൽ മർളാ. അടുത്ത ഫസ്ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചിരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ, രീതികളാണ്. രോഗസന്ദർശനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന രീതികൾ. നമുക്കറിയാം, രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിം വീട്ടിൽ കൊടുക്കേണ്ട ഹക്കിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലെയുള്ള അവകാശം, ലഭിക്കേണ്ട അവകാശം, ഇപ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ സഹോദരനായ ഒരു മുസ്ലിമിന് ലഭിക്കേണ്ട അവകാശം 6 എന്ന് പറഞ്ഞയിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ് വ ഇദാ മരിള ഫഉദ്ഹു, അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക. ഇവിടെ രോഗം എന്നുകൊണ്ട് ഉദ്ദേശം ചെറിയ എന്തെങ്കിലും തലവേദന, ചെറിയ എന്തെങ്കിലും ജലദോഷമോ അങ്ങനെയല്ല, വളരെ ഗൗരവത്തിലാകുന്ന രോഗങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ആ രോഗിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിലാണ് രോഗസന്ദർശനം നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത്. ഒരു തവണ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകാതെ, അപ്പോൾ കൂടുതൽ അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടിക്കാതെ വേഗം അവിടുന്ന് ഒഴിവായി പോകണം. രോഗിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവിടെ ഇരിക്കാം, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇരിക്കാം. അതല്ല എങ്കിൽ രോഗിയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ആ സന്ദർശനം ചെയ്യേണ്ടത്. അതും ചെറിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ല, അത് വളരെ ഗൗരവത്തിലുണ്ടാവുന്ന രോഗങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഫസ്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതികളെ പറ്റി പറയുന്നിടത്ത് കാന യഊദു മൻ മരിള മിനസ് സഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ ആരെങ്കിലും രോഗിയായാൽ പോയി രോഗസന്ദർശനം നടത്താറുണ്ടായിരുന്നു. വആദ ഗുലാമൻ കാന യഖ്ദിമുഹു മിൻ അഹ്ലിൽ കിതാബ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ജൂതനായിരുന്ന അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു ബാലനെ, ചെറിയ കുട്ടിയെ രോഗിയായി കിടന്നപ്പോഴും കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. വആദ അമ്മഹു വഹുവ മുശ്രിക്കുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള അബൂ താലിബ് മുശ്രിക്കായ അബൂ താലിബിനെയും രോഗിയായിരിക്കുമ്പോൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ടുണ്ട്. വഅറള അലൈഹിമ അൽ ഇസ്ലാം ഫഅസ്ലമ അൽ യഹൂദിയ്യു, എന്തിനാണ് ഈ അഹ്ലുൽ കിതാബിൽപ്പെട്ട മുശ്രിക്കിനെയും അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളൊക്കെ സന്ദർശിക്കാൻ പോയത്? രണ്ടുപേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നിങ്ങൾ മുസ്ലിം ആയിക്കോളി, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളി എന്നാണ് ജൂതബാലനോടും പറഞ്ഞത്, മുശ്രിക്കായ അബൂ താലിബിനോടും പറഞ്ഞത്. എന്നാൽ ജൂതനായിട്ടുള്ള ആ ബാലൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു ബി മിനന്നാർ, എന്നെ കൊണ്ട് അവനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിന്റെ സ്തുതി എന്ന് പറഞ്ഞു. അബൂ താലിബ് എന്ത് ചെയ്തില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. അബൂ താലിബ് പകരം പറഞ്ഞ വാക്ക് വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, എനിക്കറിയാം, അബൂ താലിബ് ജീവിതത്തിൽ പറഞ്ഞൊരു വാക്കാണ്, എനിക്കറിയാം മുഹമ്മദിന്റെ ദീനാണ് ഏറ്റവും നല്ല ദീന് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ലൗലാ അൽ മലാമത്തു ഔ ഹിദാറു മസബ്ബത്തിൻ ലവജദ്തനി സംഹൻ ബിദാക മുബീന, ഈ എന്റെ ആളുകൾ, ഒപ്പമുള്ള ആളുകൾ എന്നെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യില്ലായിരുന്നുവെങ്കിൽ ഞാനത് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യം സ്വീകരിക്കാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് അബൂ താലിബ് പറഞ്ഞിട്ടുണ്ട്. അബൂ താലിബിനോട് സ്വീകരിക്കാൻ പറഞ്ഞു. പക്ഷേ അബൂജഹലും അതുപോലെ ഉണ്ടായിരുന്ന കൂട്ടുകാർ അവർ ചോദിച്ചു, തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ ഉപ്പയായിട്ടുള്ള അബ്ദുൽ മുത്തലിബിന്റെ ബാധയിൽ നിന്ന് നിങ്ങൾ വിമുഖത കാണിക്കുകയാണോ അകലുകയാണോ എന്ന് പറഞ്ഞ് അതേ മില്ലത്തിലായിക്കൊണ്ടാണ് അബൂ താലിബ് മരണപ്പെട്ടത്. അപ്പോൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ പ്രത്യേകിച്ചും മറ്റുള്ള ഷിർക്കിന്റെയോ അതുപോലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാനും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കാറുണ്ടായിരുന്നു. വകാന യദ്നൂ മിനൽ മരീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയുടെ സന്ദർശിക്കാൻ പോകുമ്പോൾ രോഗിയുടെ അടുത്തേക്ക് ചെല്ലും. വയജ്ലിസു ഇൻദ റഅസിഹി വയസ്അലുഹു അൻ ഹാലിഹി, ആ രോഗിയുടെ തലയുടെ ഭാഗത്തിരിക്കുകയും എന്താണ് രോഗത്തിന്റെ അവസ്ഥ, എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാറുണ്ട്. വകാന യംസഹു ബിയദിഹിൽ യുംന അലൽ മരീദ്, വലത് കൈകൊണ്ട് രോഗിയെ തടവാറുണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയഖൂൽ, അവിടുന്ന് പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹബിൽ ബഅസ് വഷ്ഫിഹി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുമ്മ റബ്ബൻ നാസ്, അല്ലാഹു ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ്, ഇവന്റെ ബുദ്ധിമുട്ട് നീ നീക്കം ചെയ്യണമേ, വഷ്ഫിഹി അൻത ശാഫി, നീ ഇവന് ശിഫ കൊടുക്കണമേ, നീയാണ് ഷാഫി, ഷിഫ നൽകുന്നവൻ, രോഗശമനം ഉണ്ടാക്കുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക്, നിന്റെ ഷിഫയല്ലാതെ ഒരു ഷിഫയുമില്ല. ഷിഫാ ലാ യുഗാദിറു സഖമാ, ഈ രോഗം മാറ്റാൻ വേറൊരു ഷിഫ ഇല്ല എന്ന് പറഞ്ഞു കാണാം. ദുആ ചെയ്യാണ്. അപ്പോൾ രോഗിയുടെ അടുക്കൽ ചെന്നാൽ തലഭാഗത്തിരിക്കുകയും രോഗിയെ വലത് കൈകൊണ്ട് സ്പർശിച്ച് ആശ്വസിപ്പിച്ച് ഈ ദുആ ചെല്ലുകയും ചെയ്യാറുണ്ട്. വകാന യദ്ഉ ലിൽ മരീദ് സലാസൻ കമാ ഖാല ലി സഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദ രോഗിയായി കിടന്നപ്പോൾ, മുറിവേറ്റ് കിടന്നപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുകയും 3 തവണ അല്ലാഹുമ്മ ഇശ്ഫി സഅദൻ സലാസൻ എന്ന് 3 തവണ പറയുകയും ചെയ്തിട്ടുണ്ട്. അഥവാ ഇന്ന രോഗിയെ അല്ലാഹു നീ ഷിഫ ആക്കണേ എന്നുള്ളത് 3 തവണ അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. വകാന ഇദാ ദഖല അലൽ മരീദ് യഖൂൽ, രോഗിയുടെ അടുക്കലേക്ക് ചെന്നാൽ അവിടുന്ന് പറയാറുണ്ട്, യഖൂൽ ലാ ബഅസ ത്വഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ്, ഒരു കുഴപ്പമില്ല, പിന്നെ തൊഹൂറൻ, അതൊരു ശുദ്ധീകരണമാണ് ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലെന്ന്. പല ആളുകളും ഈ ദുആനെ ധരിച്ചു വെച്ചിട്ടുള്ളത് ഇതെന്തോ രോഗം മാറാനുള്ള എന്തോ ഒരു പ്രാർത്ഥനയാണ് എന്നാണ് ഈ വാക്കിനെ വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ചില വായത്തിൽ കാണാം കഫാറത്തുൻ, അതുപോലെ തൊഹാറത്തുൻ എന്നുള്ള അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതായത് കഫാറത്തുൻ വ തൊഹൂറുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കഫാറത്ത് പറഞ്ഞാൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്, അങ്ങനെ ഈ പാപങ്ങൾ എന്നുള്ളത് ശുദ്ധീകരണമാണ്. അതായത് ലാ ബഅസ തൊഹൂറിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ രോഗം നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു കാരണമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ട, അതൊരു ഖൈറാണ് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ്. അതൊരിക്കലും ദുആഇന്റെ അർത്ഥത്തിൽ വരുന്ന വാക്കല്ല, അത് പ്രായശ്ചിത്തമാണ്, ദുഃഖിക്കണ്ട എന്നുള്ള നിലക്കുള്ള ഒരു വാക്കാണ്.
വറുബ്ബമാ ഖാല കഫാറത്തുൻ വതുഹൂറുൻ, ചില സമയത്ത് കഫാറത്തുൻ വതുഹൂറുൻ, ഇത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തവും നിനക്കുള്ള ശുദ്ധീകരണവുമാണ് എന്ന് പറയാറുണ്ട്. വകാന യർഖി മൻ ബിഹി ഖുർഹത്തുൻ ഔ ജുർഹുൻ ഔ ശക്വ, ചില ഈ രോഗമല്ലാതെ, ഈ രോഗം എന്നുള്ള അവസ്ഥയല്ലാതെ എന്തെങ്കിലും അപകടങ്ങൾ, മുറിവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ച ആളുകൾക്ക് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ ചെയ്യാറുണ്ട്. ആ റുഖ്യ ചെയ്യുന്ന ഒരു രീതി കാണാം. ഫയളഉ സബാബതഹു ബിൽ അർദ്, ചൂണ്ടുവിരൽ ഭൂമിയിൽ വെച്ചുകൊണ്ട്, നിലത്ത് ഭൂമിയിൽ തൊട്ടുകൊണ്ട്, സുമ്മ യർഫഉഹ, അത് ഉയർത്തിക്കൊണ്ട്, വയഖൂൽ, അവിടുന്ന് പറയാറുണ്ട്, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട്, തുർബത്തു അർദിന, നമ്മുടെ ഭൂമിയിലെ മണ്ണിന്റെ ആ ഭാഗം, ബിരീഖത്തി ബഅദിന, നമ്മളിൽ ചില ആളുകളുടെ ഉമിനീര് കൊണ്ടും, യുഷ്ഫാ സഖീമുന ബിഇദ്നി റബ്ബിന, നമ്മുടെ റബ്ബിന്റെ അനുവാദ പ്രകാരം ഈ രോഗം ശിഫയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഈ നിലത്ത് തൊട്ടിട്ട് ആ വിരൽ ഉയർത്തിയിട്ട് അതിലേക്ക് അവിടുത്തെ ഉമിനീര് കൊണ്ട് ചെറിയ രീതിയിൽ തുപ്പും, ഉമിനീരാകുന്ന രീതിയിൽ. എന്നിട്ട് മുറിവോ മറ്റോ ആയ ഭാഗത്ത് അവിടുത്തെ ഉമിനീര് വെച്ചുകൊണ്ട് ഈ ദുആ ചൊല്ലിക്കൊണ്ട് ആ കൈകൊണ്ട് അതവിടെ പുരട്ടാറുണ്ടായിരുന്നു. അങ്ങനെ റുഖ്യ ചെയ്തിരുന്ന രീതി കാണാം. വഹാദ ഫി സ്വഹീഹൈൻ, ഇത് രണ്ട് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വഹുവ യുബ്തിലു ലഫ്ളത അല്ലതി ജാഅത് ഫി ഹദീസ് 70,000. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ ചെയ്തിരുന്നു വന്നിട്ടുള്ള ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് വേറെ വിഷയമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട് 70,000 പേര് എവിടെ കിടക്കുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതിൽ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടില്ല എന്ന ലഫ്ദിനോടൊപ്പം ചില റിവായത്തിൽ ലാ യർഖൂൻ എന്ന് വന്നിട്ടുണ്ട്. അവർ റുഖ്യ ചെയ്യുക തന്നെ ഇല്ല എന്ന് വന്നിട്ടുണ്ട്. ഉലമാക്കളിൽ ചർച്ചയുള്ള ഒരു കാര്യമാണ്, കിതാബ് തൗഹീദിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ലാ യർഖൂൻ എന്നുള്ള ഭാഗം ശരിയല്ല എന്നറിയിക്കുന്ന ഒരു ഹദീസാണിത്. കാരണം നബിസ്വല്ലല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, റുഖ്യ ചെയ്തിട്ടുണ്ട്. ലാ യർഖൂൻ നബിസ്വല്ലല്ലാഹു പറഞ്ഞു, നബിസ്വല്ലല്ലാഹു റുഖ്യ ചെയ്യൂലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ ചെയ്തതിന് ഈ ഹദീസ് തെളിവാണ്. അതുകൊണ്ട് ആ 70,000 ഹദീസിൽ ലാ യർഖൂൻ എന്നുള്ള വാക്ക് റാവിയിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധമാണ് എന്നാണ് അത് ശരിയല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ലാ യർഖൂൻ വഹുവ ഗലത്തുൻ മിനർ റാവി. ولم يكن من هديه صلى الله عليه وسلم أن يخص يوما بالعيادة ولا وقتا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയിൽ പെട്ടിട്ടില്ല, മാതൃകയിൽ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും പ്രത്യേക സമയം രോഗസന്ദർശനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നുള്ളത്. പ്രത്യേക ദിവസം, പ്രത്യേക സമയം രോഗസന്ദർശനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല. എന്നാൽ ഒരാൾക്ക് ഒഴിവ് ആ സമയത്തുള്ളൂ, അതുകൊണ്ട് ആ സമയത്ത് പോകുന്നത് തെറ്റല്ല. പക്ഷെ ഇന്ന സമയത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇന്ന ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. ബൽ ശറഅ ലി ഉമ്മത്തിഹി ഇയാദത്തുൽ മരീദ് ലൈലൻ വനഹാറ, രാത്രിയും പകലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള സമയമാണ്. വകാന യഊദു മിനർ റമദി വഗൈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം സന്ദർശിക്കുന്നതിൽ കണ്ണിന് ചെങ്കണ്ണ് പോലത്തെ രോഗമാണ് റമദ് എന്ന് പറയുന്നത്, അഥവാ പകരും എന്ന് പറയുന്ന രോഗങ്ങളിൽ പെട്ടതാണ് റമദ് പറഞ്ഞ രോഗം. അങ്ങനെയുള്ള രോഗികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചിട്ടുണ്ട്. അതല്ലാത്ത രോഗികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാറുണ്ടായിരുന്നു. വകാന അഹ്യാനൻ യദഉ യദഹു അലാ ജബ്ഹത്തിൽ മരീദ്, ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയുടെ നെറ്റിയിൽ കൈവെക്കാറുണ്ട്. ثم يمسح صدره وبطنه, എന്നിട്ട് അതുപോലെ രോഗിയുടെ നെഞ്ചും വയറും എല്ലാം ഒന്ന് തടവാറുണ്ട്. വയഖൂൽ, എന്നിട്ട് അല്ലാഹുമ്മ ഇശ്ഫിഹി എന്ന് പറയാറുണ്ട്. അതോ പോയി കഴിഞ്ഞാൽ നെറ്റിയിൽ കൈവച്ചിട്ടോ അല്ലെങ്കിൽ നെഞ്ചിലും വയറ്റിലും ഒന്ന് തടവിയിട്ടൊക്കെ അല്ലാഹുമ്മ ഇശ്ഫിഹി എന്ന് പറയാറുണ്ട്. വകാന യംസഹു വജ്ഹഹു അയ്ളൻ, അതുപോലെ തന്നെ ചില സമയത്ത് ചില രോഗികളുടെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവാറുണ്ട്, അതായത് രോഗത്തിന്റെയും രോഗിയുടെയൊക്കെ അവസ്ഥ പരിഗണിച്ചിട്ട്. വൈദ ഐസ മിനൽ മരീദ്, ഇനി ആ രോഗി രക്ഷപ്പെടില്ല, ഇനി ആ രോഗം മാറില്ല, മരണം മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഖാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പറയാറുണ്ടായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അഥവാ ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്നുള്ളത് തോന്നുന്ന അവസ്ഥയിൽ. അപ്പൊ ഇത്രയുമാണ് രോഗ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയായിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രോഗ സന്ദർശനത്തിന്റെ ഫضല് ധാരാളം നമുക്കറിയാം. അപ്പോൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ, തലഭാഗത്ത് പോയിരിക്കുക, അവസ്ഥകൾ ചോദിക്കുക, തടവുക, ദുആ ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്, നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. ചില ആളുകൾക്കൊരു മടിയുണ്ടാവുക, രോഗിയുടെ അടുത്ത് പോയാൽ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത ആൾക്കാരെന്താ വിചാരിക്കുക, അങ്ങനെയൊക്കെ ഒരു മടി ഉണ്ടാവും. അതിനൊന്നും ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ച സുന്നത്ത് പിൻപറ്റുന്നതിൽ ഒരു മടിയുടെയും ആവശ്യമില്ല.
അടുത്ത ഫസ്ൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനായിസുമായി ബന്ധപ്പെട്ടിട്ടാണ്, ജനാസയുമായി ബന്ധപ്പെട്ട്. അഥവാ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. وكان هديه صلى الله عليه وسلم في الجنائز أكمل الهدي مخالفا لهدي سائر الأمم. മറ്റേതൊരു സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും രീതികളും മാതൃകളെക്കാളുമെല്ലാം ഏറ്റവും നല്ല അഫ്ളലായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നല്ല രീതികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട് ജനാസയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. മുസ്തമിലൻ അലൽ ഇഹ്സാനി ഇലൽ മയ്യിതി വഇലാ അഹ്ലിഹി വഅഖാരിബിഹി. അതിൽ മയ്യത്തിനോടും മയ്യത്തിന്റെ കുടുംബക്കാരോടും ബന്ധുക്കളോടുമെല്ലാം ഇഹ്സാൻ കാണിക്കുന്ന, നന്മ കാണിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ജനാസയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചുള്ളത്, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഇസ്ലാമിൽ നല്ല മനോഹരമാണ് ആ കാര്യങ്ങൾ. അതായത് വേറൊരു മതത്തിനോ വേറെ ഒരു ആദർശത്തിനോ കാണിക്കാൻ സാധിക്കാത്ത വിധം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവരുടെ കുടുംബത്തിനോട് എങ്ങനെ ഇരിക്കണം, അവരുടെ ആ ഭൗതിക ശരീരം എന്തു ചെയ്യണം, ഇതെല്ലാം വളരെ ഏറ്റവും നല്ല രീതിയിലാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. വഅലാ ഇഖാമത്തി ഉബൂദിയത്തിൽ ഹയ്യി ഫീമാ യുആമിലു ബിഹിൽ മയ്യിത്ത്. അതിൽ ആ മയ്യത്തിനോട് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇബാദത്തിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മയ്യത്തിനോട് ചെയ്യേണ്ട കടമകൾ അത് ഒരു കിഫായായിട്ട്, ഒരു നാട്ടിലെ ആളുകളുടെ മേലെ എല്ലാം ബാധ്യതയാണ്. അവിടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടത്, ആരെങ്കിലും ചെയ്താൽ ബാക്കിയുള്ളവർ ഒഴിവാകുന്നു മാത്രം. അതൊരു ഇബാദത്തിന്റെ ഭാഗമാണ്. فكان من هديه إقامة عبودية رب تعالى على أكمل الأحوال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് എല്ലാ അവസ്ഥയിലും എല്ലാ പരിപൂർണമായി നിർവഹിക്കുക, ചെയ്യുക എന്നുള്ളത്. വതജ്ഹീസുൽ മയ്യിത്ത് ഇലല്ലാഹി തആല അലാ അഹ്സനിൽ അഹ്വാൽ. അതിൽപ്പെട്ടതാണ് ആ മയ്യിത്തിനെ, അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുള്ള ആ മയ്യിത്തിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കിക്കൊണ്ട് അതിനെ മറമാടുക, അതിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് പറയുന്നത് എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. വഖൂഫുഹു വഅസ്ഹാബുഹു സുഫൂഫൻ യഹ്മദൂനല്ലാഹ് വയസ്തഗ്ഫിറൂന ലഹു. ആ മയ്യിത്തിന്റെ മുമ്പിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും സഫുകളിലായി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയും ഈ മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യാറുണ്ട്, അഥവാ ജനാസ നിസ്കരിക്കാറുണ്ട്. ثم يمشي بين يديه الى ان يودعه حفرته. എന്നിട്ട് ആ മയ്യത്തുമായി എടുത്തുകൊണ്ട് ആ മയ്യത്തിനെ മറമാടാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് അവർ നടന്നുകൊണ്ട് പോവാറുണ്ട്. ثم يقوم هو واصحابه على قبره سائلين له الثبات. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആ ഖബറിന്റെ അടുക്കൽ, ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് സബാത്തിനെ ചോദിച്ചുകൊണ്ട്, മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോൾ സ്ഥിരതയെ ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കാറുണ്ട്. ثم يتعاهده بالزيارة إلى قبره. അതിനുശേഷം കഴിഞ്ഞോ, അവിടെ വിട്ടേച്ചു പോയോ? ഇല്ല, പിന്നെ ഖബറിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വസ്സലാമി അലൈഹി വദ്ദുആഇ ലഹു. ആ ഖബറാളിയോട് സലാം പറയാനും ആ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാനും വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മയ്യത്തുമായി ബന്ധപ്പെട്ട ആകെയുള്ള കാര്യങ്ങൾ. ഇനി അതിൽ ഓരോന്നും പറയാണ്. ഫഅവ്വലു ഹാദാ. അതിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം തആഹുദുഹു ഫീ മർദിഹി. ഒരാൾ മരണശയ്യയിൽ കിടക്കുന്ന, മരണശയ്യയിലായിട്ടുള്ള രോഗിയായി കിടക്കുന്ന അവസ്ഥയിൽ ആ രോഗിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ രോഗിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? വതദ്കീറുഹു അൽ ആഖിറത. ആ രോഗിയെ, അതായത് മരണശയ്യയിലായി മരിക്കാൻ കിടക്കുന്ന രോഗത്തിൽ എത്തുന്ന ആളുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. പരലോകം, സ്വർഗം, അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. വഅംറുഹു ബിൽ വസിയ്യ. വസിയ്യത്തിന് വേണ്ടി അവരോട് പറയണം. അതായത് എന്തെങ്കിലും വസിയ്യത്ത് ഉണ്ടെങ്കിൽ അവരുടെ സ്വത്തിലെ 1/3 വരെ അവർക്ക് എന്ത് ചെയ്യാം? വസിയ്യത്ത് ചെയ്യാം. ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വസിയ്യത്ത് ഉണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഉള്ളത് എന്തെടുക്കുള്ളൂ? അനന്തരാവകാശികൾക്ക് എടുക്കുള്ളൂ. 1/3 വസിയ്യത്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ അതിൽ കുറവേ പറ്റുള്ളൂ. അയാളുടെ സ്വത്തിന്റെ മൊത്തം 1/3 കുറവ്. അപ്പൊ അതിനുവേണ്ടി വസിയ്യത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അവരെ ഓർമ്മപ്പെടുത്തണം. വത്തൗബത്തി. തൗബ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. ഒരു മരണശയ്യയിൽ രോഗിയായി കിടക്കുന്ന ആളോട് പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം. വസിയത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. തൗബ ചെയ്യാൻ വേണ്ടി അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വഅംറു മൻ ഹദറഹു ബിതൽഖീനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. വഅമറ മൻ ഹദറഹു ബിതൽഖീനിഹി ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിതകൂന ആഖിറ കലാമിഹി. അവിടെ അതുപോലെ തന്നെ
വഅംറു മൻ ഹദറഹു ബിതൽഖീനിഹി, മരണശയ്യയിൽ കിടക്കുന്ന രോഗിയായിട്ടുള്ള ആളോട് എന്തിനു കൽപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിതകൂന ആഖിറ കലാമിഹി. തൽഖീൻ എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കുക. അതായത് രോഗിയായി കിടക്കുന്ന ആളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാൻ വേണ്ടിയിട്ട്. കാരണം ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടേതാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ തന്നെ ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ മരണശയ്യയിലെത്തിയ ആളുകൾ, ഇവിടെ മൗതാക്കുൻ എന്ന് പറഞ്ഞാൽ മരണത്തിനോട് അടുത്ത് കിടക്കുന്ന ആളുകൾ എന്നർത്ഥം. അങ്ങനെയുള്ള ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. ഇതൊരിക്കലും അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്, അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, അവരെ ഓർമ്മിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അവരോട് പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണം, വസിയത്ത് ഉണ്ടെങ്കിൽ പറയണം, തൗബ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. ثم نهى صلى الله عليه وسلم عن عادة الأمم التي لا تؤمن بالبعث. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ്, അയാൾ ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ, രോഗിയായി കിടക്കുന്ന അവസ്ഥയിലെ കാര്യം പറഞ്ഞു, എന്നിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത സമൂഹങ്ങൾ, ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. എന്താണത്? മിൻ ലത്മിൽ ഖുദൂദ്, കവളത്തടിച്ചുകൊണ്ട് നിലവിളിക്കുക. വറഫ്ഇ സൗതി ബിൻ നദ്ബ്, പിന്നെ നിലവിളി കൂട്ടുക, ഉറക്ക ശബ്ദത്തിൽ നിലവിളി കൂട്ടുക. വനിയാഹത്തി വതവാബിഇ ദാലിക്, അതുപോലെയുള്ള കാര്യങ്ങൾ, നെഞ്ചത്തടിക്കുക, കവളത്തടിക്കുക, മുടി പിന്നെ ആ ഒരു രൂപത്തിലാക്കുക, വസ്ത്രം വലിച്ചു കയറുക, നിലവിളിയിടുക, ഓരിയിടുക, ഇങ്ങനെയുള്ള പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ചെയ്യുന്ന, ആരെങ്കിലും മരണപ്പെട്ടാൽ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര പ്രിയപ്പെട്ട ആളാവട്ടെ, എത്ര വേണ്ടപ്പെട്ട ആളാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവാകട്ടെ, ആരാണെങ്കിലും ഒരു മുസ്ലിം അവരുടെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിലവിളി കൂട്ടുകയോ ഓരിയിടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊരു മുസ്ലിമിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല. അത് ജാഹിലിയത്തിന്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജാഹിലിയത്തിൽ വേറെ രീതി ഉണ്ടായിരുന്നു. ജാഹിലിയത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിലവിളിച്ച് കരയാൻ വേണ്ടി വാടകയ്ക്ക് ആളെ വിളിക്കുമായിരുന്നു. പണം കൊടുത്തിട്ട് ആളെ വിളിച്ചുകൊണ്ട് കരയിപ്പിക്കാനായി വെക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മരണപ്പെട്ട ആളുകൾ ചിലപ്പോൾ ആളുകളോട് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളുകൾ കരയണം, ഇന്ന ആൾ കരയണം പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരയുന്നതിന്റെ പിന്നെ കുറ്റം ആ മരണപ്പെട്ടവർക്ക് വരെ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കേണ്ടത്? വസന്നൽ ഖുശൂഅ ലിൽ മൗത്ത്, മരണപ്പെട്ട ആളുടെ അടുക്കൽ അല്ലെങ്കിൽ മയ്യത്തിന്റെ അടുക്കൽ ഖുശൂഅോടുകൂടി നമ്മുടെ മരണം ആലോചിച്ച്, പരലോകം ആലോചിച്ച് ആ രീതിയിലാണ് നിൽക്കേണ്ടത്. വൽ ബുക്കാ അല്ലദീ ലാ സൗത മഅഹു, കരയൽ അനുവദനീയമാണ്, കരയാം, പക്ഷെ നിലവിളിച്ചുകൊണ്ടല്ല, ശബ്ദമുണ്ടാക്കാതെ കരയാവുന്നതാണ്. കരയാൻ പാടില്ല എന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോകുമ്പോൾ വിഷമം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിലൊരിക്കലും നിലവിളിച്ച് ശബ്ദമില്ലാതെ ഒരാൾക്ക് കരയാവുന്നതാണ്. വഹസ്നൽ ഖൽബ്, ഖൽബിൽ ദുഃഖമുണ്ടാകുന്നതാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചില ആളുകൾ, ചില സൂഫികൾ, അവർ ഈ സാദുൽ മആദിന്റെ ഈ ബാബിന്റെ ശരിക്കുള്ള കിതാബിൽ, മുഖ്തസറിലല്ലാതെ ആ കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഇബ്നു ഖയ്യിമിന്റെ, ഇബ്നു തൈമിയുടെ കാലഘട്ടത്തിൽ ഒരു ആരിഫിന്റെ, സൂഫി ആയിട്ടുള്ള ഒരാളുടെ മകൻ മരിച്ചിട്ട് അയാൾ ഭയങ്കര സന്തോഷത്തിലും ഇതിലൊക്കെയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ മകൻ മരിച്ചിട്ട് ഇങ്ങനെ? പറഞ്ഞു, അള്ളാഹിന്റെ വിധിയാണ്, അള്ളാഹ് എനിക്ക് ഖൈറല്ലാതെ വിധിക്കൂല, അതുകൊണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് അത്ഭുതമായി. അയാൾ പറഞ്ഞത് ശരിയാണല്ലോ, അള്ളാഹു തആല വിധിച്ചൊരു കാര്യത്തിൽ തൃപ്തിപ്പെട്ട് സന്തോഷിക്കുക എന്നത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അടുക്കൽ വന്നിട്ട് ആളുകൾ ചോദിച്ചു, ഇങ്ങനെ ഒരാള് പിന്നെ ചെയ്യുന്നുണ്ട്, എന്താണ് കാര്യം ചോദിച്ചു. അപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അവൻ ചെയ്ത് തെറ്റാണ്, അവൻ ചെയ്ത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ട്. തൻ്റെ മകൻ അവിടുത്തെ മകൻ മരണപ്പെട്ടപ്പോൾ, അതുപോലെ തന്നെ പേരക്കുട്ടികൾ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണു നിറഞ്ഞിട്ടുണ്ട്, കണ്ണീര് വന്നിട്ടുണ്ട്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടിയോടുള്ള ആ ഇഷ്ടവും ഇഹ്സാനും അള്ളാഹുവിനോട് കാണിക്കുന്ന ഉബൂദിയത്തും ഒരുപാട് ജമഅ ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. ആ സുന്നത്തിനെതിരായിക്കൊണ്ടാണ് ഈ സൂഫി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അയാൾ ചെയ്തത് എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു. അത് തെറ്റാണ് എന്ന് പറയുകയും ചെയ്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കുട്ടി, അവിടുത്തെ മകൻ ഒക്കെ മരണപ്പെട്ട സമയത്ത് കണ്ണുനീർ വന്നു.
അപ്പോൾ സഹാബ് ചോദിച്ചു, റസൂൽ നിങ്ങൾ കരയാണോ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് യഖൂൽ, ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്, തദ്മഉൽ ഐനു വയഹ്സനുൽ ഖൽബു വലാ നഖൂലു ഇല്ലാ മാ യുഗ്ലി അർ-റബ്ബ. കണ്ണുകൾ നിറയും, കണ്ണീരണിയും. വയഹ്സനുൽ ഖൽബ്, ഖൽബിൽ ദുഃഖമുണ്ടാകും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യുഗ്ലി റബ്ബ്, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താത്ത ഒരു വാക്കും നമ്മൾ പറയില്ല. റബ്ബിനോട് വെറുപ്പുണ്ടാകുന്ന, റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു വാക്കും നമ്മൾ പറയില്ല. ആര് മരണപ്പെട്ടാലും, നമുക്ക് എത്ര പ്രിയപ്പെട്ട, നമ്മൾ എത്ര സ്നേഹിക്കുന്ന ആൾ മരണപ്പെട്ടാലും അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാതാക്കുന്ന ഒരു വാക്ക് നമ്മൾ പറയാൻ പാടില്ല. ദുഃഖം ഉണ്ടാകാം, പക്ഷെ നമ്മുടെ സംസാരങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കണം. വസന്നലി ഉമ്മത്തിഹി അൽഹംദ വലിസ്തിർജാഅ വൽറിളാ അനില്ലാഹ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച കാര്യമാണ് മരണപ്പെട്ടാൽ ഹംദ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടിട്ട്, ഇപ്പോൾ ഹദീസിൽ കാണാം, മകൻ മരണപ്പെട്ടിട്ട്, കുട്ടികൾ മരണപ്പെട്ട്, മക്കൾ മരണപ്പെട്ട് ഒരു മാതാവോ പിതാവോ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് നിർമ്മിക്കാൻ പറയും. അവിടെ ബൈത്തുൽ ഹംദ് നിർമ്മിക്കും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ ആദ്യം പറയേണ്ടത് ശരിക്കും അൽഹംദുലില്ലാഹ് എന്നാണ്. അൽഹംദുലില്ലാഹ് എന്നാണ്, അത് പറയാൻ പഠിപ്പിച്ചു. അതുപോലെ അൽ ഇസ്തിർജാ, ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെ ആശയമുള്ള ഒരു വാക്കാണത്. നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, നമ്മുടെ എല്ലാ അധികാരവും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അവരിലേക്ക് മടങ്ങേണ്ടതുമാണ് എന്നുള്ള വാക്ക് പറയാൻ, മരണപ്പെട്ടാലും അല്ലെങ്കിൽ മുസീബത്ത് ബാധിച്ചാലൊക്കെ പറയേണ്ട വാക്കാണ്. അതുപോലെ റിളാ അനില്ലാഹ്, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തി ഉണ്ടാകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചു. ഒരിക്കലും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അള്ളാഹിന്റെ ഖദറിൽ എന്തുണ്ടാകാൻ പാടില്ല, നിരാശ ഉണ്ടാകാൻ പാടില്ല. അതിൽ തൃപ്തിപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ രോഗിയായിരിക്കുമ്പോൾ അയാളുടെ അടുക്കൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. മരണപ്പെട്ടാൽ ആദ്യം ഉണ്ടാകേണ്ട അവസ്ഥ പറഞ്ഞു. നിലവിളി കൂട്ടാനോ ഒന്നും പാടില്ല, തൃപ്തി ഉണ്ടാവണം, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം ഒക്കെ പറഞ്ഞു. വകാന മിൻ ഹദീഹി അൽ ഇസ്റാഉ ബിതജ്ഹീസിൽ മയ്യിത്ത് ഇലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ട കാര്യമാണ് മയ്യത്തിനെ അള്ളാഹുവിലേക്ക് ഒരുക്കുന്നത്, അഥവാ മയ്യത്തിനെ മറമാടുന്നതിൽ ധൃതി കാണിക്കുക എന്നുള്ളത്. വൈകിപ്പിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ, എന്തെങ്കിലും അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാരണമില്ലാതെ മയ്യത്തിനെ മറമാടുന്നത് വൈകിപ്പിക്കാൻ പാടില്ല. അതിൽ ധൃതി കാണിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽപ്പെട്ട കാര്യമാണ്. വതത്ഹീറുഹു വതൻദീഫുഹു വതത്യീബുഹു, അതുപോലെ ആ മയ്യത്തിനെ വൃത്തിയാക്കുക, അതിനെ ശുദ്ധിയാക്കുക, അതുപോലെ അതിൽ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം മയ്യത്ത് കുളിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ളത്. വതക്ഫീനുഹു ഫി സിയാബിൽ ബീദ്, വെള്ള തുണിയിൽ അതിനെ കഫൻ ചെയ്യുക എന്നുള്ളത്. മയ്യത്തിനെ കുളിപ്പിക്കുകയും അതുപോലെ ശുദ്ധിയാക്കുകയും എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കണം. അതുപോലെ വെള്ള വസ്ത്രം കൊണ്ട് അതിനെ കഫൻ ചെയ്യുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വെള്ള വസ്ത്രം കൊണ്ട് ചെയ്യൽ മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാദ്, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ ധരിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക. ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും, അത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഖൈറായതാണ്. വകഫിനു ഫീഹാ മൗതാക്കും, നിങ്ങൾ ആ വെള്ള വസ്ത്രത്തിൽ നിങ്ങളുടെ മരണപ്പെട്ടവരെ കഫൻ ചെയ്യുകയും ചെയ്യുക. ثم يؤتى به إليه فيصلي عليه, പിന്നീട് ആ മയ്യത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. അതായത് അന്നത്തെ രീതി മയ്യത്തിനെ കഫൻ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കൊണ്ടുവന്നിട്ട് മയ്യത്ത് നിസ്കരിക്കാറാണ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ആദ്യ സമയത്ത് ഇബ്നു ഖയ്യിം പറയാണ്, ബഅദ അൻ കാന യുദ്ആ ലഹു ഇൻദ ഇഹ്തിദാരിഹി, ആദ്യ സമയത്തൊക്കെ ഒരാൾ മരിക്കാനായ രോഗത്തിലായാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ വിളിച്ചു കൊണ്ടുവരും. ഫയുഖീമു ഇൻദഹു ഹത്താ യഖ്ദിയ, എന്നിട്ട് അയാൾ മരിക്കുന്നത് വരെ അയാളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ثم يحضر تجهيزه, ആ മയ്യത്തിനെ ഒരുക്കുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കും. വയുസല്ലി അലൈഹി, എന്നിട്ട് അവിടുന്ന് നിസ്കരിക്കും. വയുശയ്യിഹു ഇലാ ഖബ്രിഹി, അങ്ങനെ ഖബറിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായി മരിക്കാനായാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ടുവന്നിട്ട് സ്വഹാബികൾ ആദ്യ കാലത്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ثم رأى أصحابه رضي الله عنهم أن هذا يشق عليه, പിന്നെ അവർക്ക് മനസ്സിലായി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ സ്വഹാബികളും ഇങ്ങനെ മരിക്കാൻ നിൽക്കുമ്പോൾ രോഗിയായ അവസാനത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയും അതുപോലെ ഈ കാര്യങ്ങളിലൊക്കെ ഒപ്പം നിർത്തുകയും ചെയ്യുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, സ്വഹാബികൾക്ക് അത് മനസ്സിലായപ്പോ ഫകാനു യുജഹിസൂന മയ്യിതഹും ثم يحملونه ഇലൈഹി, പിന്നെ സ്വഹാബികൾ എന്ത് ചെയ്തു,
അവർ തന്നെ മയ്യത്തിനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മയ്യത്തുമായിട്ട് പിന്നെ അടുക്കിലേക്ക് അങ്ങോട്ട് പോകാറ്. അതായത് ഫയുസല്ലി അലൈഹി ഖാരിജൽ മസ്ജിദ്, മസ്ജിദിന് പുറത്ത് വെച്ചിട്ടാണ് മയ്യത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നത്. وربما كان يصلي عليه أحيانا في المسجد كما صلى على سهيل بن بيضاء وأخيه رضي الله عنهما في المسجد. ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിൽ വെച്ചിട്ടും മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. സുഹൈൽ ബിൻ ബൈദ അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിൽ വെച്ചിട്ടാണ് നിസ്കരിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം, മയ്യിത്തിനെ എവിടെയാണോ ഉള്ളത് ആ മയ്യിത്തിനെ കഫൻ ചെയ്തുകൊണ്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിന് മുമ്പിൽ മയ്യിത്ത് നിസ്കരിക്കാനായിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു, അവിടെയാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, സ്വഹാബികളുടെ കാലഘട്ടത്തിലൊക്കെ മസ്ജിദിന് പുറത്ത് മുസല്ല അൽ ജനായിസ്, മയ്യിത്ത് നിസ്കരിക്കാറുണ്ടായിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അധികവും നിസ്കരിച്ചിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മസ്ജിദിനകത്ത് വെച്ചിട്ട് എന്ത് നിസ്കരിച്ചിട്ടുണ്ട്? മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതായത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് മസ്ജിദിന്റെ പുറത്ത് നിസ്കരിക്കണോ അകത്ത് നിസ്കരിക്കണോ എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ഉദ്ഖുലൂ ബിഹി അൽ മസ്ജിദ ഹത്താ ഉസല്ലി അലൈഹി. ഈ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ ജനാസയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ് മസ്ജിദിന്റെ അകത്ത് വെച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലഖദ് സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബിനൈ ബൈളാ ഫിൽ മസ്ജിദ് സുഹൈലിൻ വഅഖി. സുഹൈൽ ബിൻ ബൈളാ അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരന്റെയും ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. സഹാബികൾക്കിടയിൽ ചർച്ച ഉണ്ടായിരുന്നു മസ്ജിദിൽ നിസ്കരിക്കാൻ പറ്റൂല്ലേ എന്നുള്ളത്. ഏറ്റവും അധിക സമയത്തും ചെയ്തിട്ടുള്ളത് മസ്ജിദിന് പുറത്ത് നിസ്കരിക്കലാണ്. ജനാസ നിസ്കരിക്കുന്നതിന്റെ ഏറ്റവും നല്ല രീതിയും അധികവും ചെയ്തിട്ടുള്ളത്. ഇനി മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. وكان من هديه صلى الله عليه وسلم تغطية وجه الميت إذا مات وبدنه وتغميض عينيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ടതാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ മുഖം മറക്കുക എന്നുള്ളത്, തുണിയെല്ലാം ഇട്ടിട്ട്. അതുപോലെ തന്നെ ശരീരവും അതുപോലെ കണ്ണിന്റെ കൺപീലികൾ അടക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള റൂഹ് പോകുന്നത് കണ്ണിലൂടെയാണ്. അപ്പോൾ ആ റൂഹ് പോകുന്നതിനെ ആ കണ്ണ് തുടർന്ന് നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണ് അധികവും തുറന്നിട്ടാണ് ഉണ്ടാവുക. മരണപ്പെട്ട ആളുകളുടെ ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ അത് ആദ്യം തന്നെ അത് അടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ആ കണ്ണുകൾ അടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന കാര്യമാണ്. അതുപോലെ മുഖവും ശരീരവും എല്ലാം തുണി കൊണ്ട് മറച്ചിടുക എന്നുള്ളത്. وكان ربما يقبل الميت كما قبل عثمان بن مظعون رضي الله عنه وبكى. അതുപോലെ മയ്യിത്തിനെ ചുംബിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ മദ്ഊൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ്. ബദറുൽ ഉഹദിലെല്ലാം പങ്കെടുത്ത അങ്ങേയറ്റം ഇബാദത്തിൽ മുഴുകിയിരുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ. അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു സ്ത്രീ സ്വപ്നം കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അവിടുന്ന് ആ മയ്യത്തിനെ ചുംബിക്കുകയും കരയുകയും ചെയ്തതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. മയ്യത്തിനെ ചുംബിക്കൽ അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെയും ചുംബിച്ചതായിട്ട് വന്നിട്ടുണ്ട്. وكان يأمر بغسل الميت ثلاثا أو خمسا أو أكثر بحسب ما يراه الغاسل. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു, ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ 3 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തവണയായി കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. അതാ കുളിപ്പിക്കുന്ന ആൾക്ക് ആ വൃത്തിയാകാൻ എത്രത്തോളമാണോ അയാൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ആ രീതിയിൽ കുളിപ്പിക്കേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ അവിടുന്ന് സ്ത്രീകളോട് പറഞ്ഞു, ഇഗ്സിൽനഹ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക്, 3 5 അതിൽ കൂടുതലോ തവണ അവരെ അഥവാ മകളുടെ ശരീരത്തെ കുളിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പോൾ കുളിപ്പിക്കുന്ന ആളുടെ ഒരു ധാരണ അടിസ്ഥാനത്തിൽ എത്രത്തോളം വൃത്തിയാകാൻ എത്രയാണോ കുളിപ്പിക്കണമോ 3 5 ഒറ്റയായിട്ടുള്ള എണ്ണത്തിൽ കുളിപ്പിക്കാവുന്നതാണ്. വയഅ്മുറു ബിൽ കാഫൂരി ഫിൽ ഗസ്ലത്തിൽ അഖീറ, അവസാനം കുളിപ്പിക്കുന്ന സമയത്ത് അവസാനം കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കാഫൂർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം,
അത് കലക്കിക്കൊണ്ട് ഉള്ള വെള്ളത്തിൽ കുളിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. കാരണം അതിൻ്റെ ഒരു നല്ലൊരു ഗന്ധവും എല്ലാം ലഭിക്കാൻ വേണ്ടി അവസാനം കുളിപ്പിക്കുന്നതിലാണ് അത് കലക്കിക്കൊണ്ടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കേണ്ടത്. ആദ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോകും. എന്നാൽ അവസാനത്തിൽ ആ രീതിയിൽ കുളിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. വകാന ലാ യുഗസ്സിലു അശ്ശഹീദ ഖതീലൽ മഅറകതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഷഹീദിന്റെ ശരീരം കുളിപ്പിക്കാറുണ്ടായിരുന്നില്ല. ഷഹീദ് എന്നുള്ളത് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ദുനിയാവിലും പരലോകത്തും ഷഹീദാണ്. എന്നാൽ അതല്ലാത്ത ചില ശുഹദാക്കളുണ്ട്. ഉദാഹരണത്തിന് വയറിന് രോഗം ബാധിച്ചിട്ട് അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുമ്പോഴോ പ്രസവത്തിലോ മരണപ്പെടുന്ന സ്ത്രീ, അതുപോലെ അപകടങ്ങളിൽ ആക്സിഡന്റുകളിൽ മരണപ്പെടുന്നത്, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, കെട്ടിടം വീണുകൊണ്ട് മരണപ്പെടുന്നത്, തീ കത്തിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് അങ്ങനെയൊക്കെ മരണപ്പെടുന്ന പലരെയും ശുഹദാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ മയ്യത്ത് കുളിപ്പിക്കാതിരിക്കാൻ പറ്റൂല. അവരുടെ മയ്യത്ത് സാധാരണഗതിയിലാണ്. അവർ പരലോകത്ത് ശുഹദാക്കളുടെ സ്ഥാനത്ത് അറിയപ്പെടുന്നവരായിരിക്കും. എന്നാൽ ദുനിയാവിൽ അവരുമായിട്ടുള്ള മുആമലത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഷഹീദിനെ പോലെയല്ല. യുദ്ധത്തിൽ ഷഹീദായിക്കൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ ഷഹീദിന്റെ ശരീരം കുളിപ്പിക്കയില്ല. രക്തം ഒലിച്ചിറങ്ങുന്ന രക്തം ഉള്ള അവസ്ഥയാണെങ്കിൽ അങ്ങനെ തന്നെ അവരുടെ അതേ വസ്ത്രത്തിൽ തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, മറമാടുള്ളത്. അവരെ കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഷഹീദിന്റെ കാര്യമാണ് പറഞ്ഞത്. വകാന യൻസിഉ അൻഹുമുൽ ജുലൂദ വൽ ഹദീദ. അങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ, ഷഹീദായവരുടെ ശരീരത്തിൽ നിന്ന് യുദ്ധത്തിനായി അവർ ധരിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ, പടയങ്കികൾ, ഇരുമ്പും അതുപോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്, ഒഴിവാക്കിയെടുക്കാറുണ്ട്. വയദ്ഫിനുഹും ഫി സിയാബിഹിം. അവരുടെ വസ്ത്രമുണ്ടല്ലോ, വസ്ത്രത്തിന് പുറമെ യുദ്ധത്തിന് എന്തൊക്കെ ധരിക്കുമല്ലോ, പല കാര്യങ്ങളും ധരിക്കുമല്ലോ, അതൊക്കെ അവിടുന്ന് ഊരി മാറ്റും. എന്നാൽ അവരിട്ട വസ്ത്രത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മറമാടാറുള്ളത്. വലാ യുസല്ലി അലൈഹിം. അവരുടെ മേലെ നിസ്കരിക്കാറില്ല, മയ്യിത്ത് നിസ്കരിക്കാറില്ല. കാരണം മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശഫാഅത്താണ്. മുഅ്മിനീങ്ങൾ മരണപ്പെട്ട ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ നടത്തലാണ് എന്ത്? മയ്യിത്ത് നിസ്കാരം എന്നുള്ളത്. ഷഹീദായി ഒരാൾ കൊല്ലപ്പെട്ട മഗ്ഫൂറാണ്. ഷഹീദായി കൊല്ലപ്പെടുന്ന ഒരാളുടെ ആദ്യത്തെ രക്തത്തിന്റെ തുള്ളി പൊടിയുമ്പോഴേക്കും അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇഖ്ലാസോട് കൂടിയിട്ടുള്ള ഷഹീദായിക്കൊണ്ട് മരണപ്പെടുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തെ രക്തം പൊടിയുന്നതോടുകൂടി, അത് മുറിവേറ്റിട്ട് വെട്ടുകൊണ്ടിട്ട് ആദ്യത്തെ രക്തം കൊല്ലപ്പെടുന്നതിന്റെ ആദ്യത്തെ രക്തം പൊടിയുന്നതോടുകൂടി അവരെന്തായി? അവരുടെ പാവങ്ങൾ പൊറുക്കപ്പെട്ടു. പിന്നെ അവരുടെ മരണത്തിന് വേദന ഉണ്ടാവില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വേറെ ഒരു കിതാബിൽ ഹദീസ് ഉണ്ട്, ഷഹീദാകുന്നവൻ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ ഉറുമ്പ് കടിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന മാത്രമേ മരണത്തിന് ഉണ്ടാവുള്ളൂ എന്നാണ്. അത് കുറെ വെട്ടുകൊണ്ടാലും എത്ര ഉപദ്രവിച്ചാലും എങ്ങനെയൊക്കെ കൊന്നാലും ഷഹീദായിട്ടാണോ മരണപ്പെടുന്നത്? കാരണം നമുക്ക് ഉണ്ടാവുന്ന വേദനകളൊക്കെ എന്തിനാ? നമുക്ക് ഖബറിലുള്ള ശിക്ഷ എന്തിനാ? മഹ്ശറിൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ എന്തിനാ? അല്ലാതെ മരണത്തിന്റെ വേദന എന്തിനാ? നമ്മുടെ പാപങ്ങൾ പുറത്തിട്ടാനാണ്, നമ്മുടെ പാപങ്ങൾ ഒഴിവാക്കാനാണ്. പക്ഷെ ഷഹീദായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ എന്ത് ചെയ്യാണ്? അവൻ ഷഹീദാവാൻ തയ്യാറായി നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പൊറുക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവൻ എന്തിന്റെ ആവശ്യമില്ല, അവന് പിന്നെ വേദന അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരാൾ ഉറുമ്പ് അടിക്കുന്ന ഒരാളുടെ വേദനയെ അയാളുടെ മരണത്തിന് ഉണ്ടാവുള്ളൂ. ശരിക്കും വേദന ഇല്ലാത്തൊരു മരണം എന്ന് പറഞ്ഞാൽ ഷഹീദിന്റെ മരണമായിരിക്കും. അപ്പോ അവർക്കിന് ആവശ്യം എന്താവശ്യമില്ല? ഒരു ഷഫാഅത്തിന്റെ ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മേലെ നിസ്കരിക്കാറില്ല. എന്നാൽ ഒരു ഹദീസിൽ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ വേണ്ടി, ഷഹീദായ വ്യക്തിക്ക് വേണ്ടി നിസ്കരിച്ചതായി ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അത് ആ വ്യക്തിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ നിസ്കരിക്കാവുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊതുവെ യുദ്ധങ്ങളിലൊന്നും നിസ്കരിച്ചിട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരുന്നു, ഇഹ്റാമിലായിക്കൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ആ ശരീരം വെള്ളം കൊണ്ടും, സിദർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നത്തെ സോപ്പിനൊക്കെ പകരം അന്ന് സിദറിന്റെ ഇലകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വൃത്തിയാകാൻ ഉപയോഗിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരുന്നു. ഈ ഇഹ്റാമിലാകുമ്പോൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേകത ഉണ്ട്. അഥവാ ഇഹ്റാം മനസ്സിലായല്ലോ, ഉംറക്കോ ഹജ്ജിനോ വേണ്ടി ഇഹ്റാമിലായിരിക്കുമ്പോൾ അവരെ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്യണം. അതുപോലെ തന്നെ മുഹരിമായിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യം പറ്റില്ല എന്നുണ്ടോ? ഇപ്പോൾ നഖമെട്ടാൻ പറ്റില്ല, അതുപോലത്തെ സുഗന്ധം ഉപയോഗിക്കാൻ പറ്റില്ല, തല മറക്കാൻ പറ്റൂല, അതേ കാര്യങ്ങൾ അവര് മരണപ്പെട്ടാലും ചെയ്യാൻ പറ്റൂല.
മരണപ്പെട്ടാലും അവരുടെ തല മറക്കാൻ പാടില്ല, അവരുടെ മേലെ സുഗന്ധം ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പാടില്ല. അവർ ഇഹ്റാമിൽ ഉണ്ടായിരുന്ന ആ 2 വെള്ള തുണിയിൽ തന്നെ അവരെ കഫൻ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അറഫയിൽ വെച്ച് ഒരാൾ ഒട്ടകത്തിന്റെയോ മറ്റോ അല്ലെങ്കിൽ എവിടുന്നോ മുകളിൽ നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുകയുണ്ടായി. അയാളുടെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രത്തിൽ തന്നെ മറമാടാൻ കൽപ്പിച്ചിരുന്നു. വയുകഫനു ഫീ സൗബൈ ഇഹ്റാമിഹി, ഇഹ്റാമിന്റെ 2 തുണിയിലാണ് അവരെ കഫൻ ചെയ്യുക. വനഹാ അൻ തത്യീബിഹി വതഗ്തിയതി റഅസിഹി, ഇഹ്റാമിലായി മരിക്കുന്ന ആളുകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതും അവരെ തല മറക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരുന്നു. വകാന യഅ്മുറു മൻ വലിയൽ മയ്യിത അൻ യുഹ്സിന കഫനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിന്റെ വലിയനോട് കൽപ്പിച്ചിരുന്നു അവരുടെ കഫൻ ചെയ്യുന്ന തുണി, നല്ല തുണി ഉപയോഗിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ഈ കഫൻ തുണി എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ട് അയാളുടെ മയ്യത്തിന്റെ കഫൻ തുണിയും മറ്റും കാര്യങ്ങളൊക്കെ അയാളുടെ സ്വത്തിൽ നിന്നാണ് ശരിക്കും എടുക്കേണ്ടത്. അയാൾ അനന്തരമായി വിട്ടേച്ചിട്ട് അനന്തരാശിക്ക് ഉണ്ടാവും സ്വത്തുണ്ടല്ലോ, അത് വീതിക്കുന്നതിന് മുമ്പ് അയാളുടെ സ്വത്തിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, ഈ കഫൻ തുണിയും ആ മയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി അതില്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും അത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മയ്യത്തിന് വലിയ ഉണ്ടാവുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവരാണ് ചെയ്യേണ്ടത്. അപ്പൊ നല്ലൊരു തുണി ഉപയോഗിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. വയുകഫിനഹു ഫിൽ ബയാദ്, വെള്ള തുണിയിലാണ് കഫൻ ചെയ്യാറ്. വയൻഹാ അനിൽ മുഗാലാതി ഫിൽ കഫൻ, എന്നാൽ കഫൻ തുണി നല്ല വില കൂടിയതോ നല്ല വളരെയധികം മുന്തിയതോ ഉപയോഗിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതായത് കുറെ പണം വെച്ചിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല വില കൂടിയ ഫഖർ കാണിക്കുന്ന മുന്തിയ കഫൻ തുണിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പറ്റ വില കുറഞ്ഞതല്ല, ഒരു മിതത്വം നിറഞ്ഞതാണ് വാങ്ങേണ്ടത്. മുന്തിയത് വാങ്ങുക എന്നുള്ളത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ദ്രവിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് അത്ര നല്ല ഒന്നും ഉപയോഗിക്കേണ്ട എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മിതത്വമുള്ള നിലക്കുള്ള കഫൻ തുണി ഉപയോഗിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി ഒപ്പമുണ്ടായിരുന്ന ആളുകളോട്, ലാ തുഗാലി ലി ഫീ കഫനിൻ, എനിക്ക് നല്ല മുന്തിയ വില കൂടിയ കഫനൊന്നും വാങ്ങരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തഗാലു ഫിൽ കഫൻ, കഫൻ തുണിയിൽ നിങ്ങൾ മുന്തിയതോ അങ്ങനത്തെ വില കൂടിയതോ നോക്കി വാങ്ങാൻ നിൽക്കരുത്. ഫൈന്നഹു യുസ്ലബുഹു സൽബൻ സരീഅൻ, അത് പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് ഉരിപോകുന്ന ദ്രവിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്ന നിലക്ക്. വൈൻ ഖസുറൽ കഫനു അൻ സത്രി ജമീഇൽ ബദൻ, ഇനി ഒരാളുടെ ശരീരം മുഴുവൻ മൂടാൻ മാത്രം കഫൻ തുണി തികയുന്നില്ല എങ്കിൽ, കഫൻ തുണി ഇല്ല എങ്കിൽ ഉള്ള തുണി കൊണ്ട് അവന്റെ തല മറക്കണം, മുഖഭാഗം മൂടണം. വജഅല അലാ റിജ്ലൈഹി ശൈഅൻ മിനൽ ഉശ്ബ്, കാൽഭാഗത്ത് തുണിയൊന്നുമില്ല എങ്കിൽ പുല്ലോ വൈക്കോലോ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് കാൽഭാഗത്ത് വെച്ച് മറക്കാവുന്നതാണ്. ഇത് ഒരു യുദ്ധസമയത്തിന് വിശേഷം ചെയ്തതാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, നമ്മൾ കേൾക്കേണ്ട ചിന്തിക്കേണ്ട ചരിത്രമുള്ള ഒരു സുഹാബിയാണ്. വളരെ സമ്പന്നനും വളരെയധികം നല്ല സുഖസൗകര്യത്തിലും ജീവിച്ചിരുന്ന സുഹാബി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഉമ്മയും എല്ലാവരും ഒറ്റപ്പെടുത്തി അകറ്റിയിട്ടും മദീനയിൽ പോയി ദഅവത്ത് ചെയ്ത് ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് അങ്ങേയറ്റം ഭൗതിക വിരക്തിയോടുകൂടി ജീവിച്ച് ഷഹീദായിക്കൊണ്ട് ഉഹുദിൽ കൊല്ലപ്പെട്ട സുഹാബിയാണ്. കൊല്ലപ്പെടുന്ന രംഗം തന്നെ വളരെ അത്ഭുതമാണ്. കാരണം മുസ്അബ് നല്ല സൗന്ദര്യ ആളായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ തോന്നുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു ചില ആളുകൾ പറഞ്ഞ് പരത്തിയത്. അദ്ദേഹം കൊടിവാഹനായിരുന്നു. അദ്ദേഹത്തിന്റെ വലത് കൈ മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഇടത് കൈ കൊണ്ട് കൊടി പിടിച്ചു, ഇടത് കൈ മുറിച്ചു, 2 കൈയിന്റെ ഈ ഭാഗങ്ങൾ കൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ശത്രുക്കൾ അവിടുന്ന് കൊല്ലുകയാണ് ഉണ്ടായത്, മുശ്രിക്കീങ്ങൾ. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോ കഫൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രം കൊണ്ടാണല്ലോ ചെയ്യാം. അന്ന് പൊതുവെ വസ്ത്രം കുറവാണ് സഹാബികളിലൊക്കെ. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ വസ്ത്രം വെച്ചിട്ട് കഫൻ ചെയ്യുമ്പോൾ അത് തികയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഉള്ള തുണി കൊണ്ട് എന്ത് ചെയ്യുക, മുഖവും തലയും ഭാഗവും ഒക്കെ മൂടുക, ബാക്കിയുള്ള ഭാഗത്ത് പിന്നെ തുണിയോ അതുപോലെയുള്ള കാര്യങ്ങളോ വെച്ച് കെട്ടുക എന്നുള്ളത്. പിന്നീട് പിൽക്കാലത്ത് ചില സഹാബികൾ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മറ്റു ചില സഹാബികൾ അവർ ഇത് ആലോചിച്ച് കരയാറുണ്ടായിരുന്നു. അവർ ഒരിക്കൽ ഒരു സഹാബി ഗവർണറായിരുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, എനിക്ക് ഓർമ്മയില്ല, അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി നല്ല ഭക്ഷണം കൊണ്ടുവന്നപ്പോ അദ്ദേഹം കരയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നല്ല അവസ്ഥയിലും കണ്ടിട്ടുണ്ട്, മരണപ്പെടുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ ഒക്കെ തരികയാണോ എന്ന് പേടിയാണെന്ന് പറഞ്ഞിട്ട് സ്വഹാബി അത് കഴിക്കാതെ ആ സ്വഹാബി പിന്നെ ഭക്ഷണം മാറ്റിവെച്ചു.
വകാന ഇദാ ഖുദ്ദിമ ഇലൈഹി മയ്യിത്തുൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മയ്യത്ത് കൊണ്ടുവന്നാൽ അഥവാ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ടുവന്നാൽ സഅല അവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഹൽ അലൈഹി ദൈനുൻ, ഇവന് വല്ല കടമുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു, ഇവന് വല്ല കടബാധ്യതയുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഫഇല്ലം യകുൻ അലൈഹി ദൈനുൻ സ്വല്ല അലൈഹി, കടബാധ്യത ഒന്നും ഇല്ല എങ്കിൽ അവിടുന്ന് മയ്യത്ത് നിസ്കരിക്കും. വഇൻ കാന അലൈഹി ദൈനുൻ, എന്തെങ്കിലും കടബാധ്യത ഉണ്ട് എങ്കിൽ ലം യുസല്ലി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വഅമറ അസ്ഹാബഹു അൻ യുസല്ലു അലൈഹി, എന്നാൽ സ്വഹാബികളോട് എന്ത് പറയാറുണ്ടായിരുന്നു? നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാറുണ്ടായിരുന്നു. അതായത് കടബാധ്യത എന്നുള്ളത് വളരെ ഒരു ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഷഹീദായി മരണപ്പെട്ടാൽ പോലും ആ കടബാധയിൽ നിന്ന് ഒഴിവല്ലെങ്കിൽ പിന്നെ സ്വർഗപ്രവേശനം ഉണ്ടാകില്ല എന്നാണ്. കാരണം അതൊരു തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നത്, കാരണം സൃഷ്ടികളോടുള്ളൊരു ഹക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കുക പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് എന്താണ്? മഖ്ബൂലത്താണ്, സ്വീകരിക്കപ്പെടും. അപ്പൊ കടബാധ്യത ഉണ്ടെങ്കിൽ എന്തായാലും അതൊരു തടസ്സമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടബാധ്യതയുള്ള ആളുടെ മയ്യിത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോ ഒരിക്കൽ ഒരു സഹാബി മരണപ്പെട്ടപ്പോ 2 ദീനാർ കടണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും വിട്ടേച്ച് പോയിട്ടുണ്ടോ, അനന്തര സ്വത്തുനിന്ന് എന്തെങ്കിലും കൊടുക്കാണ്ടോ ചോദിച്ചപ്പോൾ അതില്ല എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഏറ്റെടുക്കാന്ന് ചോദിച്ചപ്പോൾ വേറൊരാൾ ഏറ്റെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം അയാളെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ആ കടം കൊടുത്ത് വീട്ടിയോ? പറഞ്ഞു, ഇല്ല, ഇന്നലെ മരിച്ചിട്ടുള്ളൂ പറഞ്ഞു. വേഗം വീട്ടണം പറഞ്ഞു. അങ്ങനെ പിറ്റേന്നും കണ്ടപ്പോൾ ചോദിച്ചു, നീ കൊടുത്തു വീട്ടിയോ ചോദിച്ചു. അങ്ങനെ കൊടുത്തു വീട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ആന ബറദത് അലൈഹി ജിൽദുഹു, അവന്റെ ശരീരം എപ്പോഴാണ് ഒന്ന് ശാന്തമായത്, ഒന്ന് തണുത്തത്. അല്ലെങ്കിൽ ആ കടബാധ്യതയുടെ ഇതിലായിരുന്നു അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഏറ്റെടുത്താൽ തീരൂല. ചില ആളുകൾ ധരിക്കും മരണപ്പെട്ട ആളുടെ കടബാധ്യത മകനെ ഏറ്റെടുത്തു, അപ്പൊ ആ മയ്യത്ത് രക്ഷപ്പെട്ടില്ല. അത് കൊടുത്ത് വീട്ടിയാലേ ആ മയ്യത്തിന് അതിൽ നിന്നുള്ള ആ ഒഴിവ് ലഭിക്കുകയുള്ളൂ. അതൊരു മുർത്തഹിനാണ്, അതൊരു കെട്ടിയിടപ്പെടുന്ന ഒരവസ്ഥയാണ്. അത് ഒഴിവായാലാണ് അതിന് ഒഴിവാകുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടബാധ്യതയുള്ള ആളുകളുടെ മയ്യത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് എന്താണ്? സ്വീകരിക്കപ്പെടുന്നതാണ്. പക്ഷെ കടബാധ്യത ഉണ്ടെങ്കിൽ അതൊരു തടസ്സമാണ്. അപ്പൊ ആ ശഫാഅത്തിന് അതൊരു തടസ്സമായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരുന്നത്. അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളിൽ പലരും പലതരത്തിൽ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. അവർക്ക് അതൊന്ന് ഒഴിവായിക്കൊണ്ട് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെല്ലാം ഒഴിവായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഫഇന്ന സ്വലാത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുൻ, ആ കാര്യം പറയാണ് ഖയ്യിം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഷഫാഅത്താണ്. വശഫാഅത്തുഹു മൂജബത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് നിർബന്ധമാകും, അതായത് എന്തായാലും സ്വീകരിക്കപ്പെടും. വൽ അബ്ദു മുർത്തഹനുൻ ബിദൈനിഹി, പക്ഷെ ഒരു അടിമ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ബന്ധിതനായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു ബാധ്യതയായിട്ട് അവിടെ കിടക്കുന്നത്. ലാ യദ്ഖുലുൽ ജന്നത ഹത്താ യുഖ്ളാ അൻഹു, അത് വീട്ടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അത് വീട്ടപ്പെടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഹത്ത ഷഹീദ്, ഷഹീദാണെങ്കിൽ പോലും. ഫലമ്മ ഫതഹ അല്ലാഹു അലൈഹി കാന യുസല്ലി അലൽ മദീൻ വയതഹമ്മലു ദൈനഹു വയദഉ മാലഹു ലിവറസതിഹി. എന്നാൽ ഈ നിസ്കരിക്കാതിരുന്നത് ആദ്യകാലത്താണ്. പിന്നീട് ഇസ്ലാം വികസിക്കുകയും ധാരാളം ഫൈഉം ഗനീമത്തും യുദ്ധസ്വത്തുകളൊക്കെ കിട്ടി, പിന്നെ ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിൽ സമ്പത്ത് വർദ്ധിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള രീതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, കടബാധ്യത ഉണ്ടെങ്കിൽ ആ കടബാധ്യത ആരേറ്റെടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്തു വിട്ടാറുണ്ടായിരുന്നു. ഒരു മുസ്ലിം മരണപ്പെട്ട് കടബാധ്യത ഉണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിന്നെ ഗനീമത്തും ഫൈഉമായി കിട്ടിയിട്ടുള്ള ബൈത്തുൽ മാലിലെ സ്വത്തിൽ നിന്ന് കൊടുത്തു വിട്ടുമായിരുന്നു. ആ അനന്തര സ്വത്ത് അവരുടെ മക്കൾക്ക് തന്നെ, അവരുടെ അനന്തരാവകാശികൾക്ക് നൽകിക്കൊണ്ട് ആ കൊടുത്തു വീട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? നിസ്കരിക്കാറുണ്ടായിരുന്നു. ആദ്യകാലത്തില്ല, ഇസ്ലാമിന് അത്ര സ്വത്തൊന്നുമില്ല. അപ്പോ ആരെങ്കിലും ഏറ്റെടുക്കാൻ പറയും. പിന്നീട് ഉണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരി എന്ന നിലക്ക് അത് ഏറ്റെടുക്കുകയും അത് വീട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇനി മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും മറ്റുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷത്തിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക മനസ്സിലാക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.